This is how I quit sugar part 3. അപ്പോൾ ഈ ഒരു ഷുഗർ കട്ടിന് ജസ്റ്റ് വിൽ പവറോ ഡിസിപ്ലിനോ അല്ല വേണ്ടത്. ഇറ്റ്സ് എ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ബയോളജി, സൈക്കോളജി ആൻഡ് എൻവയൺമെൻറ്റ് എന്ന് കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ മനസ്സിലാക്കി. സൈക്കോളജിനെ പറ്റിയും മൈൻഡ് സെറ്റ് ഷിഫ്റ്റിനെ പറ്റിയും പാർട്ട് 1 മനസ്സിലാക്കി. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ബാലൻസും ഇൻസുലിൻ സ്പൈക്ക് മാനേജ്മെൻറ്റും എന്തുകൊണ്ടാണ് നമ്മുടെ ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതൊക്കെ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷുഗർ ഐറ്റംസ് അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസിൻ്റെ ക്രേവിങ്സ് ഞാൻ കുറച്ചത് ഈ ഒരു 4 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൽ പോർഷൻ ആൻഡ് ഫ്രീക്വൻസിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞത് റീപ്ലേസ് ചെയ്യുന്നതാണ്. ഓഫ് കോഴ്സ് നമുക്ക് ക്രേവിങ്സ് വരും, എസ്പെഷ്യലി പീരീഡ്സ് സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഈ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി റെസിപ്പീസൊക്കെ അല്ലേ, ഈ ഒരു ബനാന, എഗ്, ഡേറ്റ്സ്, കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ട് ആ ഒരു ചോക്ലേറ്റ് ക്രേവിങ്സ് ഒക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ റീപ്ലേസ് ചെയ്തത്. അതുപോലെ ഈ ഒരു ക്രേവിങ്സ് വരുമ്പോൾ ഡേറ്റ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ആ ഒരു ഇത് കൺട്രോൾ ചെയ്യായിരുന്നു. ഓഫ് കോഴ്സ് ഇതൊക്കെ ഹെൽത്തി ആണെങ്കിലും ആ ഒരു ഈറ്റിംഗ് പ്രിൻസിപ്പിളും പോർഷൻ കൺട്രോൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒന്നാണ് കീപ്പ് ഇറ്റ് ഔട്ട് ഓഫ് സൈറ്റ്. കാരണം നമ്മുടെ കൺമുന്നിൽ ഇതൊക്കെ ഇരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കത് കഴിക്കാൻ തോന്നും. ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കും, പിന്നെ അതിനൊരു കൺട്രോൾ ഉണ്ടാവില്ല. നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ഡോപ്പമൈൻ ഹിറ്റ് കാരണം വീണ്ടും അടുത്തത് ക്രേവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡീനെ ഈ ഒരു ഷുഗർ ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിൽ വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഓഫ് കോഴ്സ് കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നറിയാം. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നമ്മുടെ കൺമുന്നിൽ വെക്കാതെ നമ്മുടെ കൺമുന്നിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർമ്മ വരും, നമുക്കത് കഴിക്കാനൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് എന്താ പറയുക ഒളിപ്പിച്ച് വെക്കാൻ, നമ്മളെ തന്നെ ഇതാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെയാണ് എനിക്ക് വർക്കായത്. എല്ലാവർക്കും അത് അങ്ങനെ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു സൈക്കോളജിക്കൽ ട്രിക്കൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, എത്രയൊക്കെ ഞാൻ ബോഡി ആൻഡ് മൈൻഡ് ട്രെയിൻ ചെയ്താലും ഈ ഒരു ഇമോഷണൽ കൊളാപ്സ് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോകും. അതായത് മൊത്തത്തിൽ ഈ ഒരു ഷുഗർ ക്രേവിങ്സും ഇമോഷണൽ ഈറ്റിംഗ് ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും ആ ഒരു മൊമെൻറ്റിൽ, ആ ഒരു സമയത്ത്, ആ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഇമോഷണൽ ഇതിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തു. അതായത് ജേർണലിങ്, ഇന്നർ വർക്ക്, അതൊക്കെ ചെയ്തിട്ട് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഷുഗർ തീരെ കഴിക്കാറില്ലെന്ന് വെച്ചാൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ കഴിക്കാറുണ്ട്. വല്ലപ്പോൾ ഒരിക്കലും പുറത്ത് പോകുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. ബട്ട് മാക്സിമം ഞാൻ ഒരു പോർഷൻ കൺട്രോളൊക്കെ നോക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഷുഗർ അല്ല എന്നെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്, ഞാനാണ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു ഇത് തന്നെ വളരെ ഒരു എംപവറിങ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പതിയെ ഈ ഒരു ഷുഗർ കട്ട് ചെയ്യാൻ ശ്രമിക്കൂ. ആൻഡ് നമ്മളെ കൊണ്ട് ഇത് പറ്റും.